അമേരിക്കയുടെ ഗതികേടെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം വന്നെത്തിയിട്ടുള്ളത്. ഹമാസിൻ്റെ ആളുകളെ കൊന്നു കൊലവിളിച്ചെല്ലാം റെഡിയാക്കിയെന്ന് പറയുമ്പോൾ ഇറാൻ്റെ ആളുകൾ IRGC എത്ര പെട്ടെന്ന് കൊന്നു കൊലപിടിക്കാനോ അല്ലെങ്കിൽ ആ രാജ്യം ഏറ്റെടുക്കാനോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒന്നും ആയിട്ടില്ല. പകരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഇറാനികൾ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി സഹായിച്ചതുകൊണ്ട് ഇറാനികൾക്ക് ഇത്ര പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും കാര്യമായിട്ട് തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളും, നിങ്ങളാരും വന്നിട്ട് അവരെ സഹായിക്കേണ്ടതില്ല. അങ്ങനെ സഹായിച്ചത് തെളിയുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നിങ്ങളുടെ രാജ്യത്തും ഞങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ ട്രംപിന് ഇത് അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. കാര്യമായി നേരത്തെ റഷ്യയും പറയും, അതേപോലെ തന്നെ ചൈനയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവിധ സംവിധാനങ്ങളും ടെക്നോളജിയും അവർക്ക് വേണ്ടി തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോഡടിച്ച് വീണ്ടും ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. അതവർക്കേ തിരിയുള്ളൂ. ആ രീതിക്ക് റഷ്യ അവരകമഞ്ഞ് പിന്തുണക്കുന്നുണ്ട്. ഇതൊക്കെ 6 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. 2026 ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങി അതിനുശേഷം ഈ അമേരിക്കയും ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇന്ന് പുതിയതായിട്ട് പറയുമ്പോൾ ട്രംപിന് കാര്യങ്ങളൊക്കെ പിടിവിട്ടു പോയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ പറച്ചിലുകൾ. അമേരിക്കയാണെങ്കിലോ ചൈനയെ കീഴ്പ്പെടുത്താൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആളാണ്. വെനിസ്വേലയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത ചൈനയ്ക്ക് പണി കൊടുത്തത് അവിടുത്തെ പ്രസിഡൻറ്റിനെ തിരിച്ചുകൊണ്ടുവരും അയാളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി വെനിസ്വേല സ്വന്തമായി അമേരിക്ക സ്വന്തമാക്കി. പിന്നീട് ഒരു തുള്ളി എണ്ണ പോലും കൊടുക്കാൻ അവർ വിസമ്മതിച്ച് കളഞ്ഞു. ചൈന അതത്ര കണ്ടിട്ട് ബലം പ്രയോഗിച്ച് വാങ്ങിക്കാനും നിന്നില്ല. രണ്ടാമത് ചൈന വലിയ രൂപത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും വലിയ കാര്യമായിട്ടുള്ളൊരു പരിഗണന നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇറാനിലാണ്. ആ ഇറാനെയും കൂടി തച്ചുടച്ചാൽ ചൈന എന്ന് പറയുന്ന രാജ്യം തൽക്കാലത്തേക്ക് പിൻവാങ്ങുമെന്നാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ അമേരിക്ക ഇനിയും കുറേ വേർപ്പ് ഒഴുക്കേണ്ടി വരും. കാരണം ചൈനയുണ്ട്, റഷ്യയുണ്ട്, അതോടൊപ്പം ഇറാനികളാണെങ്കിലും മരണത്തെ തീരെ പേടിക്കുന്നുമില്ല. ആ ലെവലിൽ ഗതികെട്ട് അങ്ങേയറ്റം ഒരു അവസ്ഥയിലെത്തിയപ്പം ട്രംപ് പറയുന്ന വാക്കാണ് റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കരുത്, അത് സഹായിച്ചു കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി നിങ്ങൾക്ക് തരുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ട്രംപ് ഇതിൽ തോറ്റുപോകുന്നു എന്നതിൽ അത് മറ്റൊരു ഭാഷയിൽ മറ്റൊരു പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് വിളിച്ചു പറയുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങൾ കാര്യമായ ചടുലമായ പ്രവർത്തനങ്ങൾ അമേരിക്ക നടത്തേണ്ടി വരുമോ, അല്ല ഇപ്പോൾ തോറ്റെടുത്ത് തന്നെ പിൻവാങ്ങി ഞങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയലാണോ ട്രംപിന് നല്ലത് എന്ന് ട്രംപ് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. കാരണം ഇസ്രായേലിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത് ഇസ്രായേൽ സുരക്ഷാ സോണിലും അതേപോലെ ട്രംപും അതിൻ്റെ സൈനികളും അങ്ങേയറ്റം അപകടത്തിലാവുകയും ലോക പോലീസ് എന്ന് പറയുന്ന പട്ടം തൽക്കാലം രാജ്യം അല്ലെങ്കിൽ ലോക രാജ്യങ്ങളൊക്കെ എടുത്ത് ആ കുപ്പത്തൊട്ടിയിൽ എറിയുകയും ചെയ്തിട്ടുള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ട്രംപ് പറയുന്നുണ്ട്, ഞങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് കാര്യമായിട്ടുള്ളൊരു പുതിയൊരു പ്രഖ്യാപനം ഇന്ന് വരെ നിങ്ങൾ കാണാത്തൊരു പ്രഖ്യാപനം നടത്തും. അതോടുകൂടി ഇറാൻ തകരും. ഇറാൻ പറയുന്നു, നിങ്ങൾ എന്ത് പ്രഖ്യാപനം നടത്തിയാലും വന്നതിൽ കൂടുതൽ എന്തെങ്കിലും കൂടുതൽ വരുത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. അതോടൊപ്പം ഞങ്ങളുടെ രാജ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടു എന്നാണ്. ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേഖല വർഷങ്ങളോളം അഥവാ GCC രാജ്യങ്ങളിൽ നിന്ന് വർഷങ്ങളോളം എണ്ണയും ഗ്യാസും എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞങ്ങളും ഇടപെടുകയെ തന്നെ ചെയ്യും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ കരാറിൻ്റെ കാര്യം തൽക്കാലം ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നില്ല. 10 ദിവസം എന്നുള്ള കരാറ് ആലോചന പോയിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അഥവാ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു, അഥവാ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാസ്കി പറയുന്നത്. ഇത്രയും നല്ല ചടുലമായിട്ടുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തുനിന്നും വൃത്തിഹീനമായിട്ടുള്ള ഏറ്റവും ദുർബലമായിട്ടുള്ള ആ ഒരു പെരുമാറ്റം അമേരിക്കയുടെ ഭാഗത്തുനിന്നും വരുമ്പം ചടുലതയുടെ ഏറ്റവും വലിയ അങ്ങ് അറ്റം ലെവലിലാണ്, ഹൈപ്പർ ലെവലിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. ഇറാൻ ആരെയും പേടിക്കുന്നില്ല. പകരം അടിക്കേണ്ടവരെ തിരിച്ചടിക്കും, ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കും. അതേത് രാജ്യമാണെങ്കിലും ശരി എന്ന് ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. കാത്തിരിക്കണം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. കാത്തിരുന്ന് കാണാം മറ്റൊരു വിശേഷമായിട്ട്. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.